ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷേ ഈ യാത്രയുടെ ചെലവെല്ലാം വർഷയുടെ ഭർത്താവ് വിക്രം ഏറ്റെടുത്തപ്പോ മനോജിനും ഹരിതയ്ക്കും ഒരു വിനോദയാത്ര തരപ്പെട്ടില്ലേ? അതും ഓസിന്. അതൊരു ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇലനക്കിപ്പട്ടിയുടെ ചെറുനക്കിപ്പട്ടി. വണ്ടി നിർത്ത്. ഹലോ അച്ഛാ. നീ ഇതെവിടെയാ? ഹലോ 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 ഹലോ, അവിടെ നിന്നാണൊരു ബഹളം. നീ വല്ല മൈതാനത്ത് നിൽക്കുകയാണോ? അച്ഛാ ഇപ്പൊ കേക്കാവോ? ആ ആ, നീ ഇതെവിടെയാ? നീ വേഗം വീട്ടിലോട്ട് വാ, അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്. അച്ഛാ ഞാൻ സ്ഥലത്തില്ല. സ്ഥലത്തില്ലെന്നോ? പിന്നെ എവിടെയാടാ? അച്ഛാ അത് ഞാനും വന്ദനയും നിയമോളും കൂടെ ഒരു ടൂറിലാ. ടൂറ് എങ്ങോട്ടാടാ? ആ ശരി ശരി, നീ വേഗം പോയിട്ട് വാ. പിന്നെ യാത്ര കഴിഞ്ഞ് മറ്റെങ്ങും കയറാൻ നിൽക്കണ്ട, നേരെ ഇങ്ങ് പോന്ന് വെച്ചാൽ മതി. ശരി അച്ഛാ. എന്താ? ഏയ് ഒന്നുമില്ല. അച്ഛനാണോ വിളിച്ചത്? ആ അതെ. എന്തിനാ? വെറുതെ. ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ഏകദേശം ആ സമയത്ത് സാറിന്റെ വണ്ടി പോലൊരു വണ്ടി ആ ഫുട്ടേജിൽ കണ്ടു. എന്റെ വണ്ടി ഒന്നും ആയിരിക്കില്ല. അതുപോലത്തെ എത്ര വണ്ടികൾ ഇവിടെ ഓടുന്നുണ്ട്. അതെനിക്കും തോന്നി. ആ അതാണ്. മഴ സമയത്ത് ആ കാറിൽ നിന്ന് ഇറങ്ങിയ ഒരാൾക്ക് സാറിന്റെ ഒരു റിസംബ്ലൻസ് തോന്നി. എന്തെയോ സംശയങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ജഗൻ മാറി നിൽക്കുന്നതിനാണ് ഒരർത്ഥത്തിൽ നല്ലത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ആ ആക്സിഡന്റ് കാര്യം ചോദിച്ചാൽ ജഗൻ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയാലോ? എത്രയും പെട്ടെന്ന് ആ ACP ഇവിടെ നിന്ന് മാറ്റാൻ നോക്കാം. അതേ മാർഗമുള്ളൂ. ഒരു അസ്വസ്ഥത പോലെ. വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ യാത്രക്ക് ഇറങ്ങിയത്. ആലോചിക്കുമ്പോൾ ഒരു വിഷമം. വടിയും കുത്തിപ്പിടിച്ച് മാധവ എന്ന് വാത്സല്യത്തോടെ വിളിച്ചു നടക്കുന്ന, ശാസിച്ച് ഉപദേശിച്ച് നടക്കുന്ന അമ്മയെ എനിക്കിനി തിരിച്ചു കിട്ടുമോ ചന്ദ്രു? അമ്മയെ അവിടെ ഒറ്റക്കാക്കിയിട്ടുള്ള യാത്ര ഞാൻ വേണ്ടെന്ന് വെച്ചതല്ലേ? അപ്പോ എല്ലാവർക്കും ഞാൻ കൂടിയേ തീരൂ. എല്ലാവരും ഇവിടെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ. മാധവേട്ട, അമ്മ അവിടെ ഒറ്റയ്ക്കല്ലല്ലോ, വിനു ഉണ്ടല്ലോ കൂടെ. മാധവേട്ട നോക്കുന്നത് പോലെ വിനു അമ്മയെ നോക്കിക്കോളും. അറിയാം, വിനു ഞാൻ നോക്കുന്നത് പോലെയല്ല, അതിനേക്കാളും നന്നായി അമ്മയെ നോക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ പെട്ടെന്നൊരു ആവശ്യം വന്ന. മാധവേട്ട, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്?
നമുക്ക് സമാധാനമായിട്ട് പോയിട്ട് വരാം. സ്വന്തം മക്കൾക്കില്ലാത്തതിനേക്കാൾ കൂറും നന്ദിയൊക്കെ വിനുവേട്ടനുണ്ടെന്ന് അച്ഛൻ അറിയില്ലേ? അച്ഛമ്മയുടെ ദേഹത്ത് ഒരു ഉറുമ്പിഴഞ്ഞ് കേറാൻ പോലും വിനുവേട്ടൻ അനുവദിക്കില്ല. അച്ഛമ്മയെ വിനുവിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് എല്ലാവരും വിനോദയാത്ര അടിച്ചു പൊളിക്കുക. ഹരിതയുടെയും മനോജിന്റെയും ഭാഗ്യം. അതൊരു വല്ലാത്തൊരു ഭാഗ്യമായി പോയി. അതെന്താ ഹരിതയ്ക്കും മനോജനും മാത്രം പ്രത്യേകിച്ചൊരു ഭാഗ്യം? സുത്രേ, വർഷയെ പോലെ ഹരിതയ്ക്കും വയറ്റിൽ വെച്ച് കുഞ്ഞിനില്ലാതായി പോയതല്ലേ? എന്നിട്ട് ഹരിതയെ സന്തോഷിപ്പിക്കാൻ നമ്മളൊരു വിനോദയാത്ര സംഘടിപ്പിച്ചോ? ഇല്ലല്ലോ. ആ പക്ഷേ ഈ യാത്രയുടെ ചെലവെല്ലാം വർഷയുടെ ഭർത്താവ് വിക്രം ഏറ്റെടുത്തപ്പോ മനോജിനും ഹരിതയ്ക്കും ഒരു വിനോദയാത്ര തരപ്പെട്ടില്ലേ? അതും ഓസിന്. അതൊരു ഭാഗ്യമാണെന്നാ ഞാൻ പറഞ്ഞത്. ഇലനക്കിപ്പട്ടിയുടെ ചെറുനക്കിപ്പട്ടി. വണ്ടി നിർത്ത. ഞാൻ എങ്ങോട്ടുമില്ല. അനുജ വാ പോവാ. എന്താ ഇത്? നീ ഇവിടെ ഇരുന്നേ. ചില ജന്മങ്ങളൊക്കെ അങ്ങനെയാ, ഏത് സമയം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇതൊരു തരം മാനസിക പ്രശ്ന. സാഡിസ്റ്റ്. 6 പിശുക്കനായ നിങ്ങളെ കുടുംബത്തോടൊപ്പം യാത്ര പുറപ്പെട്ടത് സ്വന്തം പോക്കറ്റിൽ നിന്ന് 10 പൈസ പോലും ഇറങ്ങില്ല എന്നുള്ള ധൈര്യത്തിലല്ലേ? അതിന്റെ പേര് ഓസ് എന്നല്ലാതെ പാസ് എന്നാണോ? നാണം കെട്ടവൻ. ഇപ്പൊ സമാധാനായല്ലോ. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? സ്വയം ചോദിച്ചു വാങ്ങിക്കോളൂ. ഒന്നടങ്ങടി. പ്രകാശ് പറയുന്നത് സത്യങ്ങളാ. അവന്റെ ഭാര്യ ഹരിതയ്ക്ക് കൊച്ചു നഷ്ടപ്പെട്ടപ്പോ അവന്റെ ഭാര്യയെ സമാധാനിപ്പിക്കാൻ ഇങ്ങനൊരു യാത്രയ്ക്ക് പോകാൻ അവന് ഗതിയുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ആ, ഗതിയില്ലാത്തവൻ വെറുതെ കിടന്ന് നാക്കിട്ടടിക്കുന്നതിലേ ഒരു കാര്യമില്ല. മനസ്സിലായോടാ? ആ, ഓസ് എന്ന് പറഞ്ഞപ്പോ അവനങ്ങോട്ട് നൊന്തു. മറ്റുള്ളവരുടെ പണം തട്ടിയെടുത്ത് വഞ്ചിച്ച് മാത്രം ശീലമുള്ളവന് ഓസ് എന്ന് പറഞ്ഞപ്പോ അവന് കുറച്ചിലായി പോയി. അല്ലടാ? ഇതൊരു ടൂറാ. ഈ സമയത്തെങ്കിലും ഒന്ന് അടങ്ങ്. മതി. വീട്ടിലെ പ്രശ്നങ്ങൾ റോഡിൽ വേണ്ട. വർഷയുടെ സങ്കടം മാറ്റാൻ എല്ലാവരും കൂടി പോകുന്ന ഒരു ടൂറായത്. അതെല്ലാവർക്കും ഓർമ്മ വേണം.